ദൈവനാമത്തിന് ജീസസ് നെവർ ഫെയിൽസ് യൂട്യൂബ് ചാനലിലെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിസ്തുല്യനായ ആരാധനായ ശ്രേഷ്ഠനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചേർന്നു. സങ്കീർത്തനങ്ങൾ 107 യഹോവയ്ക്ക് സ്തോത്രം ചെയ്തു, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്തു, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും. വളരെ അർത്ഥം പറഞ്ഞ, അതായത് നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം തരുന്ന ഒരു വാക്യമാണ് വിശുദ്ധ ബൈബിളിൽ 107 സങ്കീർത്തനം 1 വാക്യം. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ ഈ വാക്യം വീട്ടാൻ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തു, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും. സങ്കീർത്തന എഴുത്തുകാരൻ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, അതിൻ്റെ നടുവിൽ തനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്തു, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും. കഷ്ടകാലത്ത് വിളിക്കുവാൻ ഒരാൾ നമ്മുടെ കൂടെയുണ്ട്. കഷ്ടകാലത്ത് നമ്മളെ കൈത്താങ്ങുവാൻ ഒരാളുണ്ട്. മാനുഷിക ബന്ധങ്ങൾക്കപ്പുറം അവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് മാനുഷിക ബന്ധങ്ങളിൽ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നടക്കുന്നത്, ഒരാൾക്ക് ഇഷ്ടമുള്ളവരോട് നമ്മെ ഏറ്റവും കൂടുതൽ നാം ആശ്രയിക്കുന്ന വ്യക്തി ആഗ്രഹിക്കുന്നത് അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ നാം ചെയ്യണം, അവർക്കിഷ്ടമുള്ളവരോടെ നാം ഉണ്ടാവും, അവർക്കിഷ്ടമുള്ളവരോടെ നാം കേൾക്കണം. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ ഇഷ്ടമല്ല, ദൈവം പറയുന്നതാണ്, ദൈവം ആഗ്രഹിക്കുന്നത്. ആ നിയമപ്രകാരം നാം നമ്മുടെ ജീവിതം കാഴ്ചവെക്കണം. പാപത്തിൻ്റെ പരിഹാരത്തിനായി മാനവരാക്ഷികൾ, പാപത്തിൻ്റെ പരിഹാരമായി കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി തകർത്തത് മാനുഷിക ബന്ധങ്ങളെയല്ല, മറിച്ച് ആദാമ്യ വർഗങ്ങൾ മാനവരാശിയിന്മേൽ വീഴുന്ന പാപത്തിൻ്റെ ആ കരാളഹസ്തമാണ്. അതിന്ന് പല വ്യക്തികൾക്കും അറിയില്ല. എന്തിനാണ് ഇങ്ങനെ ഈ പിണക്കം? എന്തിനാണ് ഇങ്ങനെ ഈ ചിന്താഗതികൾ, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പാരപടിക്കുന്ന ചിന്താഗതികൾ? അതൊക്കെ കളഞ്ഞുകൂടെ? കഷ്ടകാലത്ത് വിളിക്കാൻ ഒരുവനേ ഉള്ളൂ, അത് യേശു ക്രിസ്തു മാത്രം. എൻ്റെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവവും അത് തന്നെ. കഷ്ടകാലത്ത് ഉത്തരവുന്ന ഒരു സ്ഥിരമായി വലയുന്നവർ ആരെങ്കിലും എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ട്. ശക്തമായി ഞാൻ ഈ വിളിയിലൂടെ പറയാം, നിങ്ങളെ വലച്ചിൽ തമ്പുരാൻ മാറ്റും. നിങ്ങൾക്കൊരു സ്ഥിരത ദൈവം തരും. ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല, ഒരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്താണെന്നറിയാമോ? യേശുവിൻ്റെ രക്തത്തിൻ്റെ അടയാളം നമ്മുടെ ജീവിതത്തിലുണ്ട്. യേശുവിൻ്റെ രക്തത്തിൻ്റെ അടയാളം കിടക്കുന്നത് കൊണ്ട് ശത്രുവാകട്ടെ, നമ്മെ സ്നേഹിക്കുന്ന സ്നേഹബന്ധങ്ങൾക്കപ്പുറം നമ്മളോട് കരുതുവാനും നമുക്ക് വേണ്ടുന്നത് ചെയ്യുവാനും കഴിയുന്ന ഒരുവനുണ്ട്. അവനാണ് നാം സേവിക്കുന്ന കർത്താവായ യേശു. ഫെലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും എടുക്കാതിരിക്കുന്നതിന് വേണ്ടി അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന, ആ ചരിത്രമൊക്കെ നമുക്കറിയാം. ആരും അറിയാതിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ശിക്ഷോന്റെ പ്രാർത്ഥനയല്ലേ ഫെലിസ്ത്യൻ്റെ കയ്യിൽ നിന്ന് മടുക്കാതിരിക്കുന്നതിന് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യണം. ഇന്ന് ഈ മീഡിയയിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ആരും അറിയാതെ നീ കരയുന്നുണ്ടോ? ആരും അറിയാതെ നീ
കണ്ണീരൊഴുക്കുന്നുണ്ടോ? വിഷയങ്ങളുടെ മുൻപാകെ വിടുതൽ തരുവാൻ കഴിയുന്നവരുടെ നമ്മോട് കൂടെയുണ്ട്. നിങ്ങൾ നന്നാവുന്നത്, നിങ്ങൾ നല്ല രീതിയിൽ വരുന്നത്, നിങ്ങൾക്കുണ്ടാകുന്ന ഭൗതിക ആത്മീക വളർച്ചകൾ രക്തബന്ധങ്ങൾക്ക് പോലും ഇഷ്ടമല്ലായിരിക്കാം. പക്ഷെ പേടിക്കണ്ട, ഉയർത്തുന്നത് യേശു കർത്താവാണ്. നാം ദൈവത്തിൻ്റെ കയ്യിൽ താണിരുന്ന് കൊടുത്താൽ മതി. ദൈവമാണ് ഒരുവനെ ഉയർത്തുന്നത്. ഇന്നത്തെ താഴ്ച നാളത്തെ ഉയർച്ചയ്ക്ക് കാരണമാണ്. പേടിക്കണ്ട, ആരും പേടിക്കണ്ട. യേശു വലിയവൻ, യേശു അത്ഭുതം ചെയ്യുന്നവൻ. മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ നടന്ന കാര്യങ്ങൾ നമുക്കറിയാം. 3 ദിവസം ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ അറിഞ്ഞു, പ്രാർത്ഥനക്കാരെത്തി. എന്ത് ഗുണം? പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറയട്ടെ, യേശു ഒരു വരവുണ്ട്. എന്തിനു വേണ്ടി എന്നറിയാം? വിടുതലിൻ്റെ കരവുമായിട്ട്, നിന്നെ അനുഗ്രഹിക്കാനായിട്ട്, നിന്റെ ജീവിതത്തിൽ നന്മ തരുന്നതിന് വേണ്ടി യേശു കർത്താവ് വരും. നിശ്ചയമായി വരും. വിശ്വസിക്കാൻ മാത്രം ചെയ്താൽ മതി. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ വംശാവലി എടുക്കുമ്പോൾ മർക്കോസിൻ്റെ തുടക്കം ദൈവപുത്രനായ യേശുവിൻ്റെ അനുഭവം. ഞാൻ നിനക്ക് മുമ്പായി ഒരു ദൂതനെ അയക്കും. നമ്മുടെ എല്ലാ വഴികളിലും. അതുകൊണ്ടല്ലേ ഭക്തൻ പാടിയത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും. നമുക്ക് മുമ്പായി ദൈവം ദൂതന്മാരെ അയക്കും. നീ നന്നാവില്ല, ഉയരില്ല എന്ന് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. കാണിച്ചു തരാം, എന്തോന്ന് കാണിച്ചു തരാം. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ മീഡിയയിലൂടെ ശ്രദ്ധിക്കുന്ന പിടിവാശിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം പറയാം. നിൽക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ വളരെ നന്ദി. ആയുസ്സിൻ്റെ ഉടമസ്ഥൻ കർത്താവാണ്. ആരോഗ്യത്തിൻ്റെ ബലത്തിൽ കിടന്ന് ആൾമാറാട്ടം കാണിക്കുന്നത് ഒരൊറ്റ നിമിഷം മതി എല്ലാം പോകാൻ. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം അത് തന്നെയാണ്. ആരോഗ്യത്തിൽ ഞാൻ പ്രശംസിച്ചു, പക്ഷേ ആരോഗ്യം ഒന്നുമല്ലെന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചു. വരൾച്ച അനുഭവിക്കുന്ന, ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്ന, നിരാശ അനുഭവിക്കുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം ശ്രമിക്കുന്നെങ്കിൽ ഒരു കാര്യം പറയാം, യേശു വലിയവനാണ്. പ്രാർത്ഥിച്ചാൽ നിൻ്റെ കഷ്ടം മാറും, നിൻ്റെ വരൾച്ച മാറും, ആത്മീകമായി ഉണ്ടായിരിക്കുന്ന മുരടിപ്പ് മാറും, ആത്മീയമായൊരു വർധനമുണ്ടാകും, ഭൗതിക മേഖലകളിലൊരു വർധനമുണ്ടാകും. എല്ലാ നിലകളിലും പ്രാർത്ഥിച്ചാൽ പ്രവൃത്തി നടക്കുക തന്നെ ചെയ്യും. ദൈവം വലിയവൻ, അത്ഭുതം ചെയ്യും. ശക്തമായി ഒരു പ്രാർത്ഥനാ കളത്തിലേക്ക് നമുക്ക് നീങ്ങാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ജീസസ് നെവർ ഫെയിൽസ് ലൈവ് യൂട്യൂബ് ചാനലിൽ ഇത്രയും സമയം ശബ്ദം ശ്രമിച്ചാൽ എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.